ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിയിക്കുന്നു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഃ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ വേദവ്യാസപ്രിയസ്വാമിൻ ഇതി നാമിനേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദം. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീമൽ ഭാഗവതത്തിനെ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാണ് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വേദവ്യാസ മഹർഷിക്ക് 17 പുരാണങ്ങൾ എഴുതിയിട്ടും മഹാഭാരതം എന്നുള്ള ഇതിഹാസം എഴുതിയിട്ടും സമാധാനം കിട്ടാതെ പോയത്? നാരദ മഹർഷി വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. അങ്ങ് എഴുതിയിട്ടുള്ള ഈ 17 പുരാണങ്ങളിലും കൃഷ്ണാവതാരത്തിനെ പലരും വർണ്ണിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും കൃഷ്ണാവതാരത്തിൻ്റെ പൂർണ്ണത അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അവിടെ ഭഗവാനെ വാത്സല്യത്തോടു കൂടെ ഭഗവാനെ സ്നേഹിച്ച് വളർത്തിയിട്ടുള്ള വൃന്ദാവനവാസികൾ യശോദാനന്ദന്മാരെ കുറിച്ചിട്ടുള്ള ഒരു വിവരണങ്ങളുണ്ടോ? ഭഗവാന്റെ സഖാക്കൾ കൂട്ടുകാരായിട്ടുള്ള ഗോപന്മാരുടെ വിവരണങ്ങളുണ്ടോ? ഭഗവാന്റെ പ്രാണപ്രേയസിമാരായ ഗോപിമാരുടെ വർണ്ണനകളുണ്ടോ? വിവരങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങ് എഴുതിയിട്ടുള്ള പുരാണങ്ങളിൽ? പിന്നെ അവിടുത്തെ 12 കാനനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ? വിശേഷപ്പെട്ട ഗോവർദ്ധനത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? ഇതൊന്നും ഇല്ലാതെ ഇതിനൊന്നും ആശ്രയിക്കാതെ എങ്ങനെയാണ് സമാധാനം കിട്ടണത്? അപ്പോൾ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? ശ്രീമൽ ഭാഗവത ശ്രവണത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. രാധാറാണിയെ കാണാൻ സാധിക്കുക, ഭഗവാൻ ലീലകൾ ചെയ്തിട്ടുള്ള ദിവ്യമായ ധാമത്തിനെ കാണാൻ സാധിക്കുക. ഇതാണ് വാസ്തവത്തിൽ ഈ ആധ്യാത്മികമായിട്ടുള്ള മാർഗത്തിൻ്റെ ലക്ഷ്യം തന്നെ. അതാണ് ഇവിടെ സനാതന ഗോസ്വാമി പറയാറുണ്ട്, ജീവഗോസ്വാമി പറയാറുണ്ട്, ശ്രീമൽ ഭാഗവതം എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണ സ്വരൂപമാണ് എന്നുള്ളത്.
കാണുന്ന ആ വെളുത്ത പേജ് ഉണ്ടല്ലോ, ആ പേജ് രാധാറാണിയുടെ റെപ്രസെൻറ്റേഷനാണ്. കറുത്ത അക്ഷരങ്ങൾ ശ്യാമസുന്ദരൻ്റെ. അപ്പോൾ രാധാ ശ്യാമസുന്ദരൻ്റെ പൂർണ്ണ രൂപമാണ് ശ്രീമൽ ഭാഗവതം എന്ന് ആചാര്യന്മാർ അത് ഉറപ്പിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നു. എന്തിന്? നമ്മളൊക്കെ നേരെയാവാൻ വേണ്ടിയിട്ട് എന്നാണ്. അപ്പോൾ ഇതിൽ ഓരോ അക്ഷരങ്ങളും ഏകേകം അക്ഷരം പ്രോക്തം മഹാപാതകനാശനം, മഹാപാപങ്ങളെ വരെ ഈ ഭാഗവതത്തിൻ്റെ ഈ ശ്ലോകങ്ങൾ അതിലൊരു വരി അല്ലെങ്കിൽ ഒരക്ഷരം ജപിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ മഹാപാപങ്ങൾ മഹാപാതകനാശനം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ മുമ്പിൽ കൃഷ്ണൻ്റെ രൂപമായ ശ്രീമൽ ഭാഗവതമുണ്ട്. അതുകൊണ്ട് ആരും ദുഃഖിക്കേണ്ട കാര്യമില്ല. എനിക്ക് തീർത്ഥയാത്ര ചെയ്യാൻ പറ്റിയില്ലല്ലോ, ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിച്ചില്ലല്ലോ എന്നൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം ചെയ്തിട്ടുള്ള ഒരു സജ്ജനത്തിൻ്റെ ആ ഒരവസ്ഥയാണ് ശ്രീമൽ ഭാഗവതത്തിനുള്ളത്. ഗുരുവായിട്ട് രേ രേ ഗർജതി ഗർജതി എന്നാണ് പറയണത്. എങ്ങനെയാണോ ഒരു വനത്തിൽ മൃഗരാജാവ് സിംഹം ഗർജിക്കുന്നത്, അതേപോലെ പുരാണങ്ങളുടെ ഇടയിൽ ഈ ശ്രീമൽ ഭാഗവതം രേ രേ ഗർജതി ഗർജതി, സിംഹത്തിൻ്റെ ശാന്തഗംഭീരമായിട്ടുള്ള പ്രൗഢമായ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതേപോലെ അവിടുന്ന് തൻ്റെ വളരെ അവർ ഗർജിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയണത്. അത്രയും പ്രത്യേകത ശ്രീമൽ ഭാഗവതത്തിനുണ്ട്. അതാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾക്ക് തൽക്കാലം കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വൈഭവം ഒന്ന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് അസ്പഷ്ടം ദൃഷ്ട മാത്രേ എന്ന്. കാണുന്ന സമയത്ത് ഗുരുവായൂരപ്പനെ കുറിച്ച് അത്രയും നമ്മൾക്ക് അറിയില്ല. പക്ഷേ വീണ്ടും 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 എന്തിനാണ് വീണ്ടും വീണ്ടും കാണുന്നത്? ഒരാളെ തന്നെയല്ലേ കാണുന്നത്. പക്ഷേ ഭാവത്തിന് മാറ്റങ്ങൾ വരും എന്നാണ് പറയണത്. അപ്പോൾ ആ വീണ്ടും 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 ഭഗവാനെ കാണുന്ന സമയത്ത് നമ്മളെ ഭാവങ്ങൾക്ക് മാറ്റം വരും. കുറേശ്ശെ ഭക്തി ഉള്ളിലുണ്ടായി തുടങ്ങും എന്നാണ്. ഓരോ നിമിഷവും പുതുപുത്തനായിട്ടുള്ള അനുഭൂതി നമ്മളിൽ ഉയർത്താൻ ഭഗവാന്റെ ഈ രൂപത്തിന് കഴിവുണ്ട്. ഇതേപോലെ ശ്രീമൽ ഭാഗവതത്തിലെ ഓരോ ശ്ലോകത്തിനും ഓരോ നിമിഷത്തിലും പുത്തനായിട്ടുള്ള അനുഭൂതികളെ ഉണർത്താനുള്ള കഴിവുണ്ട് എന്നാണ്. എന്നിട്ടോ ദദാതി സ്വപദാന്തികം, ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള കഴിവ് ശ്രീമൽ ഭാഗവതത്തിലെ ശ്ലോകങ്ങൾക്കുണ്ട്. അതാണ് ഇത് ശ്രദ്ധിച്ച് കേൾക്കണം, റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് കേൾക്കണം എന്ന് പറയാൻ അതാണ് കാരണം. ഹരേ കൃഷ്ണ. നമ്മളിതാ 21-ാമത്തെ ശ്ലോകത്തിൽ, അതായത് പ്രഥമസ്കന്ധം 1-ാമത്തെ സ്കന്ധം 16-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകത്തിനാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ. ശ്ലോകം നമ്പർ 21. അരക്ഷ്യമാണാസ്ത്രിയൗർവിബാലാൻ ശോചശ്ചതോ പുരുഷാദൈരിവാർത്താൻ വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണ്യ ബ്രഹ്മണ്യേ രാജകുലേ കുലാഗ്രിയാൻ. അരക്ഷ്യമാണാഃ സ്ത്രിയഃ ഉർവി ബാലാൻ ശോചസി അഥ പുരുഷാദിഃ ഇവ ആർത്താൻ വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണി അബ്രഹ്മണ്യേ രാജകുലേ കുലാഗ്രിയാൻ. അതായത് മനസ്സാക്ഷിക്കുത്തില്ലാത്ത മനുഷ്യർ, യാതൊരു പശ്ചാത്തലമില്ലാത്ത മനുഷ്യർ സ്ത്രീകളും കുട്ടികളൊക്കെ നിസ്സാരമായിട്ട് ഉപേക്ഷിക്കുകയാണ് അവർ ചെയ്യുന്നത്. സ്ത്രീകളും കുട്ടികളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്, അവരെ മുഴുവൻ ഉപേക്ഷിക്കണം. അപ്പോൾ അവർ നിരാലംബരായി മാറുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉപേക്ഷിച്ച് പോയതിന് എന്തെങ്കിലും അങ്ങക്ക് ആത്മനിന്ദ തോന്നുന്നുണ്ടോ? അതാണ് ധർമ്മദേവൻ ഭൂമിദേവിയോട് കാളയോട് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ധർമാനുശാസനങ്ങൾക്കെതിരായ പ്രവൃത്തികൾക്ക് അടിമയായ ബ്രാഹ്മണരിൽ വിദ്യാദേവത കൈകാര്യം ചെയ്യപ്പെടുന്നതിനാലാണോ? വേണ്ട വിധത്തിൽ യോഗ്യതയില്ലാത്തവർ അതായത് യജ്ഞങ്ങൾ വിദ്യാദേവത വിദ്യയെ ആത്മീയമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നു. എന്ത് ആധ്യാത്മികമായ കാര്യങ്ങളെക്കുറിച്ചിട്ട് വേണ്ട വിധത്തിൽ പരിശീലനം സിദ്ധിക്കാത്തവർ ഭൗതികതയിൽ ലയിച്ചു കിടക്കുന്നവർക്ക് അറിയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഈ വാനരൻ്റെ കയ്യിൽ മാല കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതേപോലെ ആയിത്തീരും. അതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് അത് അനുവദിച്ചു കൊടുത്താൽ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണോ അങ്ങ് അസന്തുഷ്ടനായിരിക്കുന്നത്?
ബ്രാഹ്മണീയ സംസ്കാരത്തെ ആദരിക്കാത്ത രാജവംശങ്ങളുടെ ഗഡിൽ. അപ്പം ക്ഷത്രിയരും അവിടെ ബ്രാഹ്മണരുടെ ആ വംശത്തിനെ ആദരിക്കാത്തൊരവസ്ഥ വന്നു. ക്ഷത്രിയരോടെ മലിനമാക്കപ്പെട്ടു. അതുകൊണ്ടാണോ വിഷമിച്ചിരിക്കുന്നത് എന്നാണ് ഈ ധർമ്മദേവൻ ധർമ്മദേവൻ്റെ കാളയുടെ രൂപത്തിൽ നിൽക്കുന്ന ധർമ്മദേവൻ പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഭൂമിദേവിയോട് ചോദിക്കുന്നത് എന്നാണ്. ഭരണാധികാരികൾ ഒരേ വർഗമെന്നതിൽ ഒന്നിച്ചു നിന്ന് വൈദിക ജ്ഞാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ അപലപിക്കുന്നു. ഒന്നിച്ചു നിന്നുകൊണ്ട് വൈദിക സനാതനധർമ്മത്തിനെ അതിനെ അവഹേളിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ മതേതരം എന്ന് വിളിച്ചുകൊണ്ട് രാജ്യം അങ്ങനെ ഒരു തെറ്റായി അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു രാജ്യം സ്ഥാപിക്കാനായിട്ട് ആരംഭിക്കുന്നു എന്നാണ്. വിദ്യാസമ്പന്നർ എന്ന് വിളിക്കപ്പെടുന്ന ബ്രാഹ്മണരെ തത്വദീക്ഷയില്ലാത്ത ഭരണാധികാരി വർഗങ്ങൾ വിലയ്ക്ക് വാങ്ങുകയും ചെയ്യും. ഭരണാധികാരികളുടെ ഇഷ്ടത്തിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബ്രാഹ്മണരെ കാണാൻ സാധിക്കും ഈ കലിയുഗത്തിൽ. അതുകൊണ്ടാണോ അങ്ങനെയുള്ള ഈ മുമ്പൊക്കെ ഇതിൽ വലിയ വലിയ പദവികൾ, സർക്കാർ പദവിയൊക്കെ സ്വീകരിക്കാനായിട്ട് ബ്രാഹ്മണർക്ക് വിലക്കുണ്ടായിരുന്നു എന്നാണ്. അത് ബ്രാഹ്മണരെ നിയന്ത്രിച്ചിരുന്നു. എന്നാൽ ഈ കലിയുഗത്തിൽ എത്തരം പദവികൾ സ്വീകരിക്കുന്നുവെന്ന് മാത്രമല്ല, അത് എത്ര തന്നെ തരം താണതാണെങ്കിൽ പോലും അവർ അപ്രകാരം പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്നാണ്. അപ്പോൾ നമ്മളുടെ മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് ഹാനികരമായ കലിയുഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇത് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 22-ാമത്തെ ശ്ലോകം. കിം ക്ഷത്രബന്ധൂൻ കലിനോപസൃഷ്ടാൻ രാഷ്ട്രാണി വാതൈരവരോപിതാനി ഇതസ്തതോ വാസനപാനവാസസ്നാനവ്യവായോന്മുഖജീവലോകം. കിം ക്ഷത്രബന്ധൂൻ കലിന ഉപസൃഷ്ടാൻ രാഷ്ട്രാണി വാ തൈഃ അവരോപിതാനി ഇതസ്തതഃ ജീവലോകം എന്നാണ്. അതായത് ഭരണാധികാരികൾ എന്ന് അറിയപ്പെടുന്നവർ, ക്ഷത്രബന്ധുക്കളെന്ന് അവരെ പറയുക. കലിയുഗത്തിൻ്റെ പ്രഭാവം കൊണ്ട് അവരൊക്കെ പരിഭ്രമിച്ച് മനസ്സമാധാനം നഷ്ടപ്പെട്ടവരായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എന്തായി? ഒന്ന് മാത്രം, അതായത് വെറുതെ ഭക്ഷണം കഴിക്കുക, തോന്നിയതൊക്കെ കുടിക്കുക, തോന്നിയതുപോലെ ഉറങ്ങുക, തോന്നിയതുപോലെ സംയോഗിക്കുക, മറ്റുള്ളവരായിട്ട് സ്ത്രീകളായിട്ട് യോജിക്കുക, ഇങ്ങനെയുള്ള ആ മാർഗം ആ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ നിയന്ത്രണമുണ്ട് നമ്മളുടെ സനാതന ധർമ്മത്തിൽ. ആ നിയന്ത്രണങ്ങളൊക്കെ വിട്ട് തോന്നിയതുപോലെ ജീവിക്കുന്നു ആളുകൾ എന്നാണ്. അപ്പോൾ അതിന് പ്രതികരിക്കാതെയുള്ള ഭരണവർഗം ഇതുകൊണ്ടൊക്കെയാണോ നീ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നത്? രാജാക്കന്മാരുടെ ആ ഒരു മൂല്യച്യുതി, ക്ഷത്രിയന്മാരുടെ, അതുകൊണ്ടാണോ നീ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നത്? കലിയുഗത്തിൽ സ്വന്തം സംരക്ഷണത്തിൽ കഴിയുന്ന കുട്ടികളുടെ സ്വഭാവത്തിൽ പിതാക്കന്മാരും രക്ഷിതാക്കളും അസന്തുഷ്ടന്മാരാണ്. സ്വന്തം കുട്ടികളെ അവരുടെ സംരക്ഷണത്തിൽ കഴിയുന്ന അച്ഛനമ്മമാർ, അപ്പോൾ അവർക്ക് വാസ്തവത്തിൽ അംഗീകാരം കിട്ടണില്ല. അവരുടെ പറയാറുണ്ട് ഗുരുനാഥന്മാർ, അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാലം അവർ ജീവിച്ചു കഴിഞ്ഞവരാണ്. അപ്പോൾ അവർക്കത് ഒരുപാട് അനുഭവ സമ്പത്ത് അവർക്കുണ്ടാവും. അനുഭവ സമ്പത്തിൽ കൂടെ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട എന്നുള്ള അറിവ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അറിവിനെ നമ്മൾ പുതിയ തലമുറ ഉപയോഗപ്പെടുത്തുന്നില്ല. അവരെ വയസ്സന്മാർ എന്നുള്ള രീതിയിൽ അവഗണിച്ചുകൊണ്ട് അവരെ തള്ളിക്കളിയാണ് പതിവ് എന്നാണ്. അപ്പോൾ അവരുടെ ആ ഇതുവരെയുള്ള അനുഭവങ്ങളുടെ ആ ഒരു പാഠങ്ങൾ കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്കും കുറച്ചൊക്കെ മനസ്സിന് നിയന്ത്രണം വരാനും ആത്മീയമായ കാര്യങ്ങളിൽ കൂടെ അവർക്ക് സഞ്ചരിക്കാനൊക്കെ സാധിക്കും. അവർക്ക് ഉയരാനുള്ള മാർഗമെന്ന് പിന്നെ കാരണവന്മാരുടെ അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കും എന്നാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ കാണാൻ സാധിക്കും. നമ്മൾക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുത്രവധു, ബഹു എന്നാണ് അവർ പറയുക, പുത്രന്മാരുടെ ഭാര്യമാർ, അവർ
അവരുടെ ബന്ധുക്കളുടെ മുമ്പിലൊന്നും അവരുടെ മൂടുപടം അഴിക്കില്ല, അതിങ്ങനെ മൂടിയിട്ടിട്ടായിരിക്കും. എന്നിട്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ ഭർത്താവിൻ്റെ അച്ഛൻ, അമ്മ, സഹോദരന്മാർ ഇവരൊക്കെ നമസ്കരിക്കണത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ഈ സംസ്കാരം ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതാണ്. അപ്പോൾ കലിയുഗത്തിൻ്റെ ആ ഒരു പ്രഭാവം മനസ്സിലാക്കിയിട്ടുള്ള രാവണൻ്റെ കഥ അതിന് ഉദാഹരണമായിട്ടുള്ള, കലിയുഗത്തിലല്ലെങ്കിലും ഉദാഹരണമാണ് ആ കഥ എന്നാണ്. വഴിയിൽ കൂടെ നടന്ന് പോകുന്ന സമയത്ത് ഒരു സ്ത്രീ ഒരു പുരുഷൻ ആലിംഗനം ചെയ്യുന്നത് കാണുന്നു. അങ്ങനെ അത് കണ്ടതോടുകൂടി അദ്ദേഹത്തിന് മനസ്സ് മാറി. അദ്ദേഹം മഹാകർമ്മിയായിട്ട് ഭൗതികനായിട്ട് മാറി. പിന്നീട് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ആ നാമത്തിൻ്റെ, നാരായണ എന്നുള്ള നാമത്തിൻ്റെ മഹിമ കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അതാണ്. ഇപ്പം എല്ലാം അതായത് മിക്കവാറും എല്ലാവർക്കും ഒരേ സ്വഭാവമാണ് ഈ കലിയുഗത്തിൽ. അതുകൊണ്ട് ആരെ തിരഞ്ഞെടുക്കും, ആരെ ഭരണം ഏൽപ്പിക്കും എന്നുള്ളൊരവസ്ഥയാണ്. കലിയുഗ പ്രഭാവത്താൽ സർവ്വതും രാഷ്ട്രീയമായതും സാമൂഹികമായതും ഭക്തിവിശ്വാസങ്ങളുമെല്ലാം ഇവിടെയും തല കീഴായി മറിഞ്ഞിട്ടുണ്ട്. അത് സദ്ബുദ്ധിയായ വിവേകിയായിട്ടുള്ള മനുഷ്യൻ അവയെല്ലാം തന്നെ അവർ പശ്ചാത്തപിക്കുന്നു. ഇവരെ നേരാൻ വഴിയല്ലോ, അവരോട് സഹാനുഭൂതി തോന്നുന്നു എന്നാണ്. പിന്നെ 23 യദ്വാംബതേ ഭൂരിഭരാവതാര കൃതാവതാരസ്യ ഹരേർധരിത്രി അന്തർഹിതസ്യ സ്മരതി വിശിഷ്ട കർമാണി നിർവാണ വിളംബിതാനീം. യദ്വാംബതേ ഭൂരിഭരാവതാര കൃതാവതാരസ്യ ഹരേർധരിത്രി യദ്വാ അംബ തേ ഭൂരിഭര അവതാരഃ കൃതഃ അവതാരസ്യ അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ട കർമാണി നിർവാണ വിളംബിതാനി. ഭൂമിദേവിയോട് ധർമ്മദേവൻ, യമധർമ്മ രാജാവ് കാളരൂപത്തിൽ നിൽക്കുന്നത് ചോദിക്കുകയാണ്, അല്ലയോ ഭൂമാതാവേ, പരമദൈവത്വം പുരുഷനായിട്ടുള്ള ഭഗവാൻ ഭൂഭാരം ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വസുദേവരുടെ ദേവകയുടെയും പുത്രനായിട്ട് അവതരിച്ചു, സ്വയം അവതരിച്ചു. ഭഗവാൻ എല്ലാ പ്രവൃത്തികളും ആത്മജ്ഞാനപരവും സർവാതിശായിയും അതീന്ദ്രിയവുമായിരുന്നു. എല്ലാം ആത്മജ്ഞാനപരമാണ്, അതീന്ദ്രിയമാണ് രൂപം. പിന്നെ മോക്ഷമാർഗത്തെ പൂർണ്ണമാക്കി തീർക്കുകയും അതിൻ്റെ അപ്പുറത്തുള്ള ദിവ്യമായിട്ടുള്ള ഭക്തി മാർഗത്തിൻ്റെ കവാടം തുറക്കുകയും ചെയ്യും എന്നാണ്. അപ്പോൾ ഭഗവത് കർമ്മങ്ങളിൽ മോക്ഷവും ഉൾപ്പെടുന്നുണ്ട്. അവ മോക്ഷത്തിൽ നിന്നും ലഭ്യമാകുന്ന ആനന്ദത്തെക്കാൾ ആസ്വാദ്യമാണ് മോക്ഷം എന്നുള്ളത്. ശ്രീ ജീവഗോസ്വാമി പറയുന്ന നിർവാണ വിളംബിതാനി എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം പരിത്രാണത്തിൻ്റെ മൂല്യം ലഘൂകരിക്കുന്നത് എന്നാണ്. പരിത്രാണെന്നവനെ പ്രാപ്തമാക്കാൻ ഒരുവൻ കഠിനമായ തപസ്യ, സന്യാസം എന്നിവയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. അതായത് ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിനായിട്ട് ശരണാഗതി പ്രാപിക്കുന്ന സമയത്ത് കഠിനമായിട്ടുള്ള തപസ്, പിന്നെ സന്യാസം, ഇതിനൊക്കെ വിധേയമാകേണ്ടതിൻ്റെ ഒരു വ്യക്തി എന്നാണ്. എന്നിവർക്ക് വിധേയത്വമേകേണ്ടതുണ്ട്. എന്നാൽ ഭൂഭാരം ലഘൂകരിക്കുന്നതിനായി ഭഗവാൻ സ്വയം അവതരിച്ചു. ഭൂമിയുടെ ഭാരലീയതാക്കാൻ ഭഗവാൻ സ്വയം അവതരിച്ചു. അത്രയ്ക്കും കൃപാലുവാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അത്തരം കർമ്മങ്ങളെ കേവലം സ്മരിക്കുക മുഖേന നിർവ്വാണത്തിന് കഴിയുന്ന ആനന്ദം തൃണവൽക്കരിക്കാനും അപ്രകാരം ഭഗവാനുമായി സഹവസിക്കുവാൻ ഭഗവാൻ അതീന്ദ്രിയ ധാമത്തിൽ എത്തിച്ചേരാനും
അദ്ദേഹത്തിൻ്റെ പരമാനന്ദകരമായ പ്രേമയുത അതീന്ദ്രിയ സേവനത്തിൽ ശാശ്വതമായി നിരതനാകാനും ഒരു വ്യക്തിക്ക് കഴിയുന്നു. അതാണ് ഭഗവാന്റെ ലീലകൾ സ്മരിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് വീണ്ടും ആ സത്സംഗത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആത്മീയ ലോകത്തിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 23 യദ്വാംബത്തെ ഭൂരിഭരാവതാര കൃതാവതാരസ്യ ഹരേർധരിത്രീ അന്തർഹിതസ്യ ജനനീ വിശിഷ്ട കർമാണി നിർവാണ വിളംബിതാനി. അപ്പോൾ ഭഗവാന്റെ ആനന്ദകരമായ പ്രേമയുത അതീന്ദ്രിയ സേവനത്തിൽ ശാശ്വതമായി നിരതനാകാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 24-ാമത്തെ ശ്ലോകം. ഇദം മമാജക്ഷ്വതവാധിമൂലം വസുന്ധരേയേന വികർഷിതാസി കാലേന വാ തേ ബലിനാം ബലീയസാ സുദാർച്ചിതം കിം ഹൃദമംബ സൗഭഗം. ഇദം മമ ആചക്ഷ്വ തവ ആധിമൂലം വസുന്ധരേ യേന വികർഷിത അസി കാലേന വാ തേ ബലിനാം ബലീയസ സുരാർച്ചിതം കിം ഹൃതം അംബ സൗഭഗം. അതായത് ഭൂമിദേവിയോട് ചോദിക്കുകയാണ്. സർവ്വ ഐശ്വര്യങ്ങളുടെയും നിറകുടമാണ് ഭൂമിദേവി എന്നാണ്. പരിതാപകരമായിട്ടുള്ള ഈ അവസ്ഥയ്ക്ക് എല്ലാ ക്ലേശങ്ങളുടെയും മൂല കാരണം എന്തെന്ന് എന്നോട് പറയൂ. മഹാരാജാവ് ഭൂമിദേവിയോട് ചോദിക്കുകയാണ്. അതിശക്തന്മാരെ പോലും കീഴ്പ്പെടുത്തുന്ന അത്യന്തം ശക്തിമത്തായ കാലം ഭൂമിദേവിയുടെ സർവ്വ ഐശ്വര്യങ്ങളും ബലമായി അപഹരിച്ചു പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തും ഈ കാലത്തിന് കീഴ്പ്പെടാത്തവരാരുമില്ല. എല്ലാവരും കാലത്തിന് അധീനമാണ്. ഇനി കാലത്തിനനുസരിച്ച് ആ ദേവിയുടെ എല്ലാ ഐശ്വര്യങ്ങളും കാലം അപഹരിച്ചു കൊണ്ടുപോയതാണോ എനിക്ക് സംശയം തോന്നുന്നു എന്നാണ് ഇവിടെ മഹാരാജാവ് ഭൂമിദേവിയോട് പറയുന്നത്. യദ്വാ അംബ തേ ഭൂരിഭര അവതാരഃ. യദ്വാംബതേ ഭൂരിഭര അവതാരഃ കൃത അവതാരസ്യ ഹരേഃ ധരിത്രീ അന്തർഹിതസ്യ. ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്തതുകൊണ്ട് അത്ഭുതകരമായ ലീലകളാണ് ഭഗവാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഭഗവാൻ അന്തർധാനം ചെയ്തതുകൊണ്ടാണോ നീ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നത്? ഭഗവാന്റെ അഭാവത്തിലാണോ നീ വിഷമിച്ചു കൊണ്ടിരിക്കുന്നത്? ഭഗവാന്റെ എല്ലാ പ്രവൃത്തികളും സർവാതിശയമാണ്. പിന്നെ അതീന്ദ്രിയമാണ് ഭഗവാന്റെ പ്രവർത്തനങ്ങളെല്ലാം. മാത്രവുമല്ല അവ മോക്ഷമാർഗത്തെ അഥവാ പാതയെ ദൃഢീകരിക്കുകയും ചെയ്യുന്നു. മോക്ഷമാർഗത്തിനെ ഉറപ്പിക്കുന്നു ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ലീലകൾ എന്നാണ്. അപ്പോൾ ആ ഭഗവാന്റെ ഈ കാലം എന്നത് ഭഗവാന്റെ സാന്നിധ്യത്തെ അപഹരിച്ചിരിക്കുന്നു. ശ്ലോകം നമ്പർ 25. ഭവാൻ ഹി വേദ തൽസർവം യന്മാം ധർമാനുപൃച്ഛസി ചതുർഭിർവർത്തസേ യേന പാതൈർലോകസുഖാവഹൈഃ. ഭവാൻ ഹി വേദ തത് സർവം യന്മാം ധർമ്മ അനുപൃച്ഛസി ചതുർഭിഃ വർത്തസേ യേന പാതൈഃ ലോകസുഖാവഹൈഃ. അതായത് പശുവിൻ്റെ രൂപത്തിലുള്ള ഭൂമിദേവിയോട് ചോദിക്കാണ്. കാളയുടെ രൂപത്തിലുള്ള യമരാജാവിനോട് ഇപ്രകാരം പ്രതിവചിച്ചു. അതായത് പശുവിൻ്റെ രൂപത്തിലാണ് ഭൂമിദേവി നിൽക്കുന്നത്. കാളയുടെ രൂപത്തിൽ ധർമ്മരാജാവും യമധർമ്മരാജാവും നിൽക്കുന്നു. അപ്പോൾ അപ്പോൾ യമധർമ്മരാജാവിനോട് ഇപ്രകാരം മറുപടി പറയാണ്. ധർമ്മരാജാവേ, അങ്ങക്ക് എല്ലാം അറിയാം. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അങ്ങേക്ക് അറിയാം. പിന്നെ ചതുർഭിർവർത്തസേന പാതയിൽ ലോകസുഖാവഹൈഃ. ഇവക്ക് ഉത്തരം ഞാൻ അങ്ങേക്ക് തരാനായിട്ട് ശ്രമിക്കാമെന്നാണ്. അങ്ങ് 4 കാലിലായിരുന്നു അങ്ങ് നിന്നിരുന്നത്. ആ 4 കാലിൽ 3 കാലും നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയിട്ട് ഒരു കാലിൽ മാത്രമാണ് ഇപ്പം അങ്ങ് നിൽക്കുന്നത്. 4 കാലിലുണ്ടായിരുന്ന സമയത്ത് അങ്ങ് ലോകം മുഴുവൻ ആനന്ദം പകർന്നു കൊടുക്കാൻ അങ്ങേക്ക് കഴിവുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ സത്യയുഗത്തിൽ, അതായത് അനേകം സംഹിതകളുടെ നിർവാഹകനാണ് യമരാജാവ് അഥവാ ധർമ്മരാജാവാണ്. സത്യയുഗത്തിൽ ആ തത്വങ്ങൾ പൂർണ്ണമായും പൂർണ്ണമായിരുന്നു.
എന്നാൽ ത്രേതായുഗത്തിൽ അത് 4-ൽ നിന്ന് 3 1 കുറഞ്ഞു. ദ്വാപരയുഗത്തിൽ 2 കുറഞ്ഞു. കലിയുഗത്തിലാണെങ്കിലോ 4-ൽ 1 മാത്രമേ ഉള്ളൂ എന്നാണ്. ആകെ ധർമ്മതത്വങ്ങൾ ആകെ കൂടി പൂർണ്ണമായിട്ടുള്ളതിൽ നിന്നും ആകെ കൂടി 1/4 ഭാഗമായിട്ട് 4-ൽ 1 കുറഞ്ഞു പോയി. അങ്ങനെ അവസാനത് പൂജ്യമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് വന്നു ചേർന്നു എന്നതാണ്. അപ്പോൾ കൂട്ടമായിട്ടുള്ള ധർമാനുശാസനങ്ങളുടെ പരിപാലനത്തിന്, നീതി നിർവഹണത്തിന് ആനുപാതികമായി ലോകത്തിൽ സന്തോഷം നിലനിൽക്കുന്നു. അപ്പോൾ നീതി നിർവഹണത്തിൽ ധർമ്മത്തിൻ്റെ പരിപാലനത്തിനനുസരിച്ചിട്ടാണ് ലോകത്തിൽ ആനന്ദം, സന്തോഷം നിലനിൽക്കുന്നത് എന്നാണ്. അപ്പോൾ എല്ലാവിധ അസമത്വങ്ങളുടെയും ധർമാനുശാസനങ്ങളെ അസമത്വങ്ങളിലും ശാസനങ്ങളെ പരിപാലിക്കുക എന്നതാണ് ധീരന്മാരായിട്ടുള്ള അവരുടെ പരമസമ്പൂർണത എന്നാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധത്തിലുള്ള ഒരു പ്രതികൂലമായ സന്ദർഭങ്ങളിലും ധർമ്മത്തിനെ വിടാതെ ധർമ്മ അനുശാസനങ്ങളെ പരിപാലിക്കുക എന്നാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള കടമ എന്നാണ്. അതാണ് പരിപൂർണമായ സമ്പൂർണത. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഉടനീളം സന്തോഷവാനായിരിക്കാൻ സാധിക്കും. ഭഗവാനെ സേവിച്ചാൽ എല്ലാ ധർമ്മങ്ങളുടെയും പരിപാലനം എന്നുള്ളത് സാധിക്കുന്ന പറയണത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വന്തം ധാമത്തിലേക്ക്, ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അംശമാണ്. ആ അംശത്തിന് പൂർണ്ണതയോട് ചേർന്ന് നിൽക്കാനും ആനന്ദം അനുഭവിക്കാനും സാധിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. ഇനി 26 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഗുണങ്ങളെക്കുറിച്ചിട്ട് പറയുന്നു. നിത്യായത്ര മഹൽ ഗുണാഹ എന്നാണ്. നിത്യമായിട്ടുള്ള നശിക്കാത്ത ഗുണങ്ങളാണിത്. സത്യം, ശൗചം, ദയാ, ക്ഷാന്തി, ത്യാഗ, സന്തോഷ, ആർജവം, സമോദമസ്തപശമ്യം, സാമ്യം, തിദിക്ഷോപരതിശ്രുതം, ജ്ഞാനം, വിരക്തിർ, ഐശ്വര്യം, ശൗര്യം, തേജോബലം, സ്മൃതി, സ്വാതന്ത്ര്യം, കൗശലം, കീർത്തി, ധൈര്യം, മാർദ്ദവമേവ ച, പ്രാഗൽഭ്യം, പ്രശ്രയശീലം, സഹോജോബലം, ഗാംഭീര്യം, സ്ഥൈര്യം, ആസ്തിക്യം, കീർത്തി, മാനോനഹംകൃതി, ഏതേ ച അനേ ച ഭഗവൻ നിത്യായത്ര മഹൽഗുണാഃ പ്രാർത്യാമഹത്വമിച്ഛൽഭിർനവയും ദിസ്മകർഹിതിൽ തേനാം ഗുണപാത്രേണ ശ്രീനിവാസേന സാമ്പ്രതം ശോചാമിരഹിതം ലോകം പാമനാകലിനേക്ഷിതം. അതായത് സത്യം, ശൗചം, ദയ, ക്ഷാന്തി. ക്ഷാന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കോപാവേശം ഉണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് ക്ഷാന്തി എന്ന് പറയുന്നത്. ത്യാഗം, സന്തോഷം, ആർജവം, ശമം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിന് ശമം എന്ന് പറയുക. ദമ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനാണ് ദമം എന്ന് പറയുക. തപസ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വങ്ങൾ ആത്മാർത്ഥമായി നിറവേറ്റുന്നതിനാണ് തപസ് എന്ന് പറയുക. സാമ്യം, ശത്രുവിനെയും മിത്രത്തെയും ഒരേപോലെ വേർതിരിച്ചറിയാൻ സാധിക്കുക എന്നതാണ് സാമ്യം എന്ന് പറഞ്ഞാൽ. തിതിക്ഷ, മറ്റുള്ളവരുടെ അപരാധങ്ങൾ ക്ഷമിക്കുന്നതിന് തിതിക്ഷ എന്ന് പറയുന്നു. ഉപരതി, ലാഭനഷ്ടങ്ങളിൽ പ്രത്യേകിച്ച് അതിനോട് ഒരു പ്രതിപത്തി ഇല്ലാതിരിക്കുക എന്നാണ്. സുഖദുഃഖങ്ങൾ എന്നുള്ളത് സമമായി കാണാൻ. ശ്രുതം, ധർമാനുശാസ്ത്രപരമായ വേദവിഹിതമായ അനുശാസനങ്ങളെ അനുവർത്തിക്കുന്നതാണ് ശ്രുതം എന്ന് പറഞ്ഞാൽ. ജ്ഞാനം, എന്ന് പറഞ്ഞാൽ വിജ്ഞാനം, ആത്മസാക്ഷാത്കാരത്തിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് എന്നാണ്. സ്മൃതി, ഒരുവൻ്റെ യഥാർത്ഥമായ അഥവാ സംഗതമായ കർത്തവ്യത്തിൽ എത്തിച്ചേരുക എന്നത് സ്മൃതി എന്ന് പറയുന്നു. സ്വാതന്ത്ര്യം, മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക എന്നത്. കൗശലം എന്ന എല്ലാ പ്രവൃത്തികളിലുമുള്ള സാമർഥ്യമാണ് കൗശലം എന്ന് പറയുന്നത്. കാന്തി എന്നാൽ സൗന്ദര്യം. ധൈര്യം എന്നാൽ മാനസിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്നുള്ള മോചനത്തിനെയാണ് ധൈര്യം എന്ന് പറയുന്നത്. മാർദ്ദവം, ദയാലുവാകുന്ന അവസ്ഥ, അതിനെയാണ് മാർദ്ദവം എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രാഗൽഭ്യം, സാമർഥ്യം, പ്രശ്രയ, കുലീന ജനനം അഥവാ വിനയമസൃണമായിട്ടുള്ള പെരുമാറ്റം. ശീലം എന്ന് പറഞ്ഞാൽ സഭ്യത. സഹ എന്ന് പറഞ്ഞാൽ നിശ്ചയദാർഢ്യം എന്നാണ്. ഓജഹ, പരിപൂർണമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ ഓജസ് എന്ന് പറയുന്നു. ബലം, യഥാർഹമായ അനുഷ്ഠാനം. ഭഗ, ആസ്വാദന വിഷയം. ഗാംഭീര്യം, ഹർഷം എന്നത്. മാനഹ, ആദരവ്. അനഹംകൃതി, അഹങ്കാരമില്ലായ്മ. ഏതേ, ഇവയെല്ലാം ച അന്യേ, മറ്റുള്ളവരും. ഭഗവാൻ,
പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ നിത്യ അനശ്വരമായിട്ടുള്ളത് എത്ര എവിടെ മഹാഗുണാഹ ശ്രേഷ്ഠഗുണങ്ങൾ പ്രാർത്ഥ്യ യോഗ്യതയുള്ളവരിൽ മഹത്വം ശ്രേഷ്ഠത ഇച്ഛഭി ആഗ്രഹിക്കുന്നവർ ന വിയന്തി ക്ഷയിപ്പിക്കുന്നു അധപ്പതിക്കുന്നു എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു സമയത്ത് അങ്ങനെയുള്ളവരൊന്നും അധപ്പതനം സംഭവിക്കുന്നില്ല. ഇത് ഈ ഗുണങ്ങളെല്ലാം ഉള്ളവർക്ക്. ഭഗവാനാണെങ്കിൽ ശ്രീ അത് ഐശ്വര്യദേവതയുടെ സംഭരണിയാണ്, എല്ലാ ഗുണങ്ങളുടെയും സംഭരണിയാണ് ഭഗവാൻ എന്നാണ്. നിവാസേന വിശ്രമസ്ഥാനത്തിന് സമീപം സാമ്പ്രതം അടുത്ത കാലത്ത് ശോചാമി സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? ഭൂഗോളത്തെ ഇവിടെ പറയുന്നത് എന്താണ്? ഈ 40 ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ 40 ഗുണങ്ങൾ ഭഗവാനിൽ പൂർണ്ണമായിട്ടുണ്ട് എന്നാണ്. അവയ്ക്ക് പുറമെ ഒരിക്കലും അദ്ദേഹത്തിൽ നിന്നും വേർപെടുത്താനാവാത്ത മറ്റ് അനേകം അതീന്ദ്രിയ ഗുണങ്ങളും ശാശ്വതമായി ഭഗവാനിൽ നിലനിൽക്കുന്നുണ്ട്. സർവ്വ ഐശ്വര്യങ്ങളുടെയും നന്മയുടെയും സർവ്വ സൗന്ദര്യങ്ങളുടെയും നിറകുടമായ പരമദിവ്യോത്തമ പുരുഷനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ അതീന്ദ്രിയ ലീലകൾ ഈ ഭൂമുഖത്ത് അവസാനിപ്പിച്ചിരിക്കുന്നു. അതാണ് ഈ ഭൂമിദേവിക്ക് വല്ലാത്ത ദുഃഖം എന്നാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ കലിയുഗം അതിൻ്റെ പ്രഭാവം സർവ്വയിടത്തും വ്യാപിപ്പിച്ചിരിക്കുന്നു. ഈ സ്ഥിതിവിശേഷം ദർശിക്കുന്നത് എനിക്ക് അത്യന്തം വ്യസനമുണ്ട്. ഭഗവാന്റെ 40 ഗുണങ്ങളുള്ള ആ ഭഗവാന്റെ തിരോധാനത്തിൽ ഭഗവാൻ പോകുമ്പോൾ എന്താണ്? ആ ഗുണങ്ങളും ഭഗവാനോടുകൂടി പോകും. അതുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ദുഃഖത്തിൽ നിന്ന് നമ്മൾക്ക് 40 ഗുണങ്ങൾ പൂർണ്ണമായിട്ടുള്ള, പിന്നെ ഭഗവാൻ അനേകം ഗുണങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത് നശിച്ചു പോവാത്ത അവസ്ഥയ്ക്ക് നമ്മൾ എത്തിക്കുന്നത് എങ്ങനെയാണ്? ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉപാസന, തിരുനാമത്തിൻ്റെ ഉപാസന, ഗുരുക്കന്മാരുടെ ഗുരുനാഥന്മാരുടെ കരുണ, ഇതൊക്കെയാണ് നമ്മളെ ഈ ഭഗവാന്റെ ഗുണങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾക്ക് ആനന്ദപ്രദമായി ഇരിക്കാനായിട്ട് സാധിക്കും എന്നാണ്. ഇതിലേതെങ്കിലും ഒരു ഗുണം ഒരു ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾക്ക് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ മറ്റെല്ലാ ഗുണങ്ങളും നന്മകളും അതിനെ പിന്തുടർന്ന് വരാതിരിക്കില്ല. ഹരേ കൃഷ്ണ. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.